ഹായ്, വെൽക്കം ടു EDFIL ലേണിംഗ്. നമ്മളിന്ന് PYQ സെഷൻസാണ് ചെയ്യുന്നത്. അപ്പോൾ PYQ ലാസ്റ്റായിട്ട് കഴിഞ്ഞിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞിട്ടുള്ള 2023 ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ KTET എക്സാമിൻ്റെ കാറ്റഗറി 1 പാർട്ട് ഇംഗ്ലീഷാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും നെക്സ്റ്റ് KTETന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പ്രീവിയസ് ഇയറൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ഒരു 30 ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ 30 പാർട്ട് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു 5 ക്വസ്റ്റ്യൻ എന്തായാലും ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും. അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം നമ്മളിവിടെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് അത് നമ്മുടെ സെപ്പറേറ്റ് സെഷനായിട്ട് തന്നെ ചെയ്യാം കേട്ടോ, കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മൾ ബാക്കി കോംപ്രിഹെൻഷൻ അല്ലാത്ത ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, choose the best option from the ones given. She can lift the box. The sentence കേട്ടോ, she can lift the box എന്നുള്ളതാ. This sentence expresses, ഈ ഒരു സെൻറ്റൻസ് എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുള്ള 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സജഷൻ, അസംഷൻ, പെർമിഷൻ ആൻഡ് റിക്വസ്റ്റ്. 4 ഓപ്ഷനാണ് തന്നത്. നമ്മുടെ സെൻറ്റൻസ് എന്താണ്? ഷീ ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ് എന്നുള്ള. അത് ഏത് ലാംഗ്വേജ് എക്സ്പ്രഷനാണ് നമുക്ക് ഈ ഒരു സെൻറ്റൻസിലൂടെ പറയുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഇതൊരു മോഡൽ ഓക്സിലിയറി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ക്യാൻ മോഡൽ ഓക്സിലിയറീസ് ആണ്. ക്യാൻ, വിൽ, ഷാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു മോഡൽ ഓക്സിലിയറി റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ക്യാനും കുഡും ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ക്യാൻ കുഡ് എന്നുള്ളത് എക്സ്പ്രസ് എബിലിറ്റിയാണ്. ക്യാൻ, ഐ ക്യാൻ സ്വിം, ഐ ക്യാൻ റൈറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ എപ്പോഴും എന്താണ്, ഒരു എബിലിറ്റീനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ക്യാൻ യൂസ് ചെയ്യാറുള്ളത്. എക്സാമ്പിൾ, ഐ ക്യാൻ ക്രോസ് ദ റിവർ. ഓക്കെ, മെയിനായിട്ട് ക്യാൻ എന്നുള്ളത് യൂസ് ചെയ്യുക ഒരു എബിലിറ്റീനെ പറയാൻ വേണ്ടിയിട്ട്, ഒരു കപ്പാസിറ്റി പറയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. ദെൻ വെൻ ഐ വാസ് യങ് ഐ കുഡ് ക്രോസ് ദ റിവർ. ക്യാനിൻ്റെ പാസ്റ്റാണ് കുഡ് എന്നുള്ളത്. അപ്പോൾ ആ കുഡ് എന്തിനാ, നമ്മുടെ പാസ്റ്റ് എബിലിറ്റീനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കുഡ് യൂസ് ചെയ്യും കേട്ടോ. ദെൻ സീക്ക് ആൻഡ് ഗ്രാൻഡ് പെർമിഷൻ. ശരിക്കും ഇതൊരു ഇൻഫോർമലാണ്. ഫോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മേ എന്നുള്ളതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ പെർമിഷൻ സീക്ക് ചെയ്യാനും ഗ്രാൻഡ് ചെയ്യാനും നമ്മൾ ക്യാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ യെസ് യു ക്യാൻ ഗോ, ക്യാൻ ഐ ഗോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് പറയും യെസ് യു ക്യാൻ ഗോ. ദെൻ കുഡ് യു സെൻഡ് മീ ദ ഡീറ്റെയിൽസ്. അപ്പോൾ ഒരു മോർ ഇൻഫോർമൽ ആയിട്ടുള്ള സ്റ്റേറ്റുകളിലായിരിക്കും നമ്മൾ ഈ ഒരു സംഭവം ക്യാൻ ആൻഡ് കുഡ് യൂസ് ചെയ്യുക ഒരു പെർമിഷൻ ആസ്ക് ചെയ്യുന്നതിൽ. ദെൻ എക്സ്പ്രസ് ആൻ ഓഫർ ഓർ എ സജഷൻ. ഒരു ഓഫറോ സജഷനോ പറയുന്നതിൽ നമ്മൾ ക്യാൻ യൂസ് ചെയ്യും, ക്യാൻ അല്ലെങ്കിൽ കുഡ് യൂസ് ചെയ്യും. യു ക്യാൻ ലീവ് യുവർ ബുക്സ് വിത്ത് മീ. യു ക്യാൻ ഒരു സജഷനല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്ക് എൻ്റെ അടുത്ത് വെച്ചിട്ട് പോവാം. ദെൻ ഐ കുഡ് ഡ്രോപ്പ് യു ടു സ്കൂൾ. ദെൻ യു ക്യാൻ ഗോ ഫോർ എ മൂവി വിത്ത് ഫ്രണ്ട്സ്. അപ്പോൾ സജഷനും ഓഫേഴ്സും ഒക്കെ പറയുന്നതിലും നമ്മൾ ക്യാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്യാൻ എന്നുള്ളത് യൂസ് ചെയ്യാൻ നമ്മളൊരു എബിലിറ്റീനെ സൂചിപ്പിക്കാൻ, ഓഫർ സജഷൻ പറയുന്നതിൽ, അതേപടി തന്നെ പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുന്നതിന്, സീക്ക് ചെയ്യുന്നതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഷീ ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ് എന്നുള്ളതാണ്. ശരിക്കും ഷീ ക്യാൻ, അവൾക്ക് എന്താണ് ആ ഒരു ബോക്സ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതൊരു എബിലിറ്റി ആണ് എന്നുള്ളതും നമുക്കറിയാൻ പറ്റും. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ എബിലിറ്റി എന്നുള്ളൊരു സംഭവം കാണുന്നില്ല. ഷീ ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ് സജഷൻ അല്ല, അസംഷൻ ആണോ, പെർമിഷൻ ആണോ, റിക്വസ്റ്റ് ആണോ? അതിൻ്റെ മീനിങ് വൈസ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും? ഇറ്റ് ഈസ് അസ്യൂം ചെയ്യാണ്. ഷീ ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ്.
അപ്പോൾ ക്യാൻ എന്നുള്ളത് എബിലിറ്റി ആയാണ് നമ്മൾ സാധാരണ നമുക്ക് പ്രീവിയസ് ഇയറിലൊക്കെ അങ്ങനെ വരാറുണ്ട്. ഷീ ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ് ഏത് ലാംഗ്വേജ് എക്സ്പ്രഷനാണെന്നുള്ളത് എബിലിറ്റി. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷനിലെ എബിലിറ്റി എന്നുള്ളതല്ല, ഇതിനേക്കാളും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ, അസംഷൻ ആണ്, അസ്യൂം ചെയ്യാണ് അവൾക്കത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാണ്. ഷീ ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ്. ഫസ്റ്റ് വൺ പെർമിഷൻ അല്ല, റിക്വസ്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാം, സജഷനും അല്ല അല്ലേ, സജസ്റ്റ് ചെയ്യല്ലോ. ദെൻ നെക്സ്റ്റ് വൺ എവ്രി വൺ ഈസ് പ്രസൻറ്റ് ഡാഷ്, എന്നിട്ട് നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടാവും. എവ്രി വൺ ഈസ് പ്രസൻറ്റ് കമ ഡാഷ് ക്വസ്റ്റ്യൻ ടാഗാണ്. നമുക്ക് ഇനിയിപ്പോൾ ആഡ് സ്യൂട്ടബിൾ ടാഗ് എന്ന് ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിലും നമുക്കറിയാം അവിടെ ക്വസ്റ്റ്യൻ ടാഗാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ റൂൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്തായിരുന്നു, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ടാഗ് കൊടുക്കണം, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടാഗ് കൊടുക്കണം. അതേപടി തന്നെ എന്താണോ അതിൽ ഓക്സിലിയറി ആയിട്ട് വരുന്നത് അത് വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എവ്രി വൺ ഈസ് പ്രസൻറ്റ്, ഇതിലുള്ള ഓക്സിലിയറി എന്തായിരുന്നു, ഓക്സിലിയറി ഈസ് ആണ് അല്ലേ, ഈസ് ആണ്. അപ്പോൾ ഈസ് എന്നുള്ളതാണ്. ദെൻ അതിൻ്റെ കൺട്രാക്റ്റഡ് ഫോം ആയിട്ടുള്ള ഇൻറ്റ് എന്നുള്ളതും, നോട്ടിൻ്റെ കൺട്രാക്റ്റഡ് ഫോം ഈസിൻറ്റ്. അപ്പോൾ ഈസിൻറ്റ് എന്തായാലും ഉണ്ട് എന്നുള്ളത് ഓക്കെ ആയി. അപ്പോൾ നമുക്ക് ഈ ഡോണ്ട് ആറിൻറ്റ് ഇത് രണ്ടും അല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു ആണല്ലേ. ഓക്കെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈസിൻറ്റ് ആണ്, ഈസിൻറ്റ് എവ്രി വൺ എന്നുള്ളതാണ്. അപ്പോൾ ഈസിൻറ്റ് ഹീ ആണോ ഈസിൻറ്റ് ദേ ആണോ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈസിൻറ്റ് ആണ് എന്നുള്ളത് സ്റ്റാർട്ടിങ് ഈസിൻറ്റ് ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ ഈസിൻറ്റ് ഹീ എവ്രി വൺ എന്ന് പറയുന്ന സമയത്ത് ഹീ ആണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, എവ്രി വൺ സബ്ജക്റ്റ് നോബഡി, സംബഡി, എവ്രിബഡി, നോ വൺ, സം വൺ, എവ്രി വൺ, എല്ലാം ഈ സംഭവങ്ങളൊക്കെ സബ്ജക്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ പ്രോനൗൺ എന്തായിരിക്കും, ദേ ആയിരിക്കും കേട്ടോ. അപ്പോൾ എവ്രിബഡി ഈസ് പ്രസൻറ്റ്, എവ്രിബഡി ഈസ് പ്രസൻറ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, എവ്രിബഡി ഈസ് പ്രസൻറ്റ്. ഈസിൻറ്റ് ദേ എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. പക്ഷേ ഈസിൻറ്റ് ദേ എന്ന് പറയുന്നത് കറക്റ്റാണോ? നമ്മൾ പെട്ടെന്ന് ഓക്കെ ഈസാണ്, ഈസിൻറ്റ് ഒന്നുകിൽ മിക്കവാറും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ ഇത്. മിക്ക കുട്ടികളും തെറ്റിക്കുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ ഓക്സിലിയറി ഈസാണ്, ഈസിൻറ്റ്, ഇനിയിപ്പോൾ ദേ എന്ന് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസിൻറ്റ് ദേന്ന് എഴുതിപ്പോവും. പക്ഷേ എന്താണ്, ഈസിൻറ്റ് ദേ അല്ല, ദേ ആണ് നമ്മുടെ പ്രോനൗൺ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈസിൻറ്റ് പറയില്ല. ദേ ഈസ് നമ്മൾ പറയുമോ, ഇല്ല, ദേ ആർ എന്നാ പറയുക. അപ്പോൾ അതിൻ്റെ ടാഗ് എന്തായിരിക്കും, ആറിൻറ്റ് ദേ ആയിരിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരിക എന്നുള്ളത് ഈസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡോണ്ടും ആറിൻറ്റും ആദ്യം തന്നെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെ ഞാൻ അത് ആദ്യം തന്നെ കട്ട് ചെയ്തു. എല്ലാവരുടെ മൈൻഡിലും അങ്ങനെ ആയിരിക്കും വരിക. പക്ഷെ ഒരിക്കലും അങ്ങനെ അല്ല. എവ്രി വൺ, എവ്രിബഡി, നോ വൺ, നോ ബഡി എന്നൊക്കെ വരുന്ന സമയത്ത് ദേ ആയിരിക്കും അതിലുള്ള പ്രോനൗൺ ആയിട്ട് വരേണ്ടത്. പ്ലസ് ഈസ് ദേ എന്ന് ഒരിക്കലും പറയൂല കേട്ടോ. ദേ ഈസ് നമ്മൾ പറയാറില്ലല്ലോ, ദേ ആർ എന്നാ പറയുക. അപ്പോൾ ആറിൻറ്റ് ദേ ആണ് ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത്. ഒന്നും കൂടെ ഒന്ന് നോക്കിയോ, നോബഡി, സംബഡി, എവ്രിബഡി, നോ വൺ, സം വൺ, എവ്രി വൺ, എല്ലാത്തിൻ്റെയും പ്രോനൗൺ ആയിട്ട് നമ്മൾ എന്താണ് ടാഗിൽ യൂസ് ചെയ്യുക, ദേ ആണ് കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിളോട് പറയാം, എവ്രിബഡി ഹാസ് കം ടു ദ പാർട്ടി, എവ്രിബഡി ഹാസ് കം ടു ദ പാർട്ടി. ഇവിടുത്തെ ഓക്സിലിയറി എന്താണ്, ഹാസ് ആണ് അല്ലേ. ഹാസ് ദേ അല്ലെങ്കിൽ ഹാസിൻറ്റ് ദേ എന്നായിരിക്കും നമ്മുടെ മൈൻഡിൽ വരിക. പക്ഷേ ദേ ഹാസ് എന്ന് നമ്മൾ പറയൂല, ദേ ഹാവ് എന്നേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ടാഗ് എന്തായിരിക്കും, ഹാവിൻറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെപ്പോഴും ഒന്ന് മൈൻഡിൽ വെക്കണം. നമ്മളെ തെറ്റിക്കാനായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്, പക്ഷേ പെട്ടെന്ന് എല്ലാവരുടെ മൈൻഡിലും പെട്ടെന്ന് വരുന്ന ആൻസർ ഈസിൻറ്റ് ദേ ആയിരിക്കും എല്ലാവരും എഴുതുന്നത്. ആരും ഒരിക്കലും ചിന്തിക്കില്ല ആറിൻറ്റ് ദേ എന്നുള്ളത്. ദെൻ വാട്ട് ഡസ് ദ മാൻ ഡാഷ് ഇൻ ഹിസ് ഹാൻഡ്സ്. വാട്ട് ഡസ് ദ മാൻ ഡാഷ് ഇൻ ഹിസ് ഹാൻഡ്സ്. Having, has, had, have. Okay, what does the man dash in his hands?
ഫസ്റ്റ് ഈ ഒരു സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് തന്നെ അറിയാം ഹാവിങ് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും ഈസോ ആറോ ഓസോ വേറോ എന്തെങ്കിലും ഒരു സംഭവം വേണോ അല്ലേ. ഇങ്ങനെ സംഭവം വാസ് വേറെ ആം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹാവിങ് ആയിരിക്കില്ല, ING ആയിരിക്കാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ ഹാസ്, ഹാഡ്, ഹാവ്. ഇവിടെ ഡസ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രസൻറ്റ് ഫോമിലുള്ള സംഭവം എന്നറിയാം, പ്രസൻ്റ് ആയിട്ടുള്ള വേർഡ് ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്നുള്ളത് വാട്ട് ഡസ് ദ മാൻ ഹാവ് ഇൻ ഹിസ് ഹാൻഡ്സ് എന്നാണ് പറയുക. വാട്ട് ഡസ് ദ മാൻ ഹാവ് ഇൻ ഹിസ് ഹാൻഡ്. ഹാവ് എന്നുള്ളത് ഇവിടെ മെയിൻ വേർബ് ആയിട്ടാണ് കേട്ടോ പറയാം. നമ്മുടെ ചില ഓക്സിലിയറീസ് മെയിൻ വേർബ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഹാവ് എന്നുള്ളത് മെയിൻ വേർബ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വാട്ട് ഡസ് ദ മാൻ ഹാവ് ഇൻ ഹിസ് ഹാൻഡ്സ്. ING ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വോസോ വേറോ ആമോ ഈസ് അല്ലെങ്കിൽ ആർ, വോസ്, വേർ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ING കൊടുക്കാം. പക്ഷേ ഈ ING ഇങ്ങനത്തെ വേർഡ്സ് ഒന്നും ഇതിലില്ല. അതുകൊണ്ട് തന്നെ ഹാവിങ് അല്ലെങ്കിൽ ING എന്നുള്ള ഒരു വേർഡും അതിൽ വരില്ല കേട്ടോ. അപ്പോൾ അത് എന്തായാലും ഫസ്റ്റ് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു പ്രസൻറ്റ് വേർബ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, വാട്ട് ഡസ് ദ മാൻ ഹാവ് ഇൻ ഹിസ് ഹാൻഡ്. ദെൻ ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിച്ച് ഈസ് ആക്സെപ്റ്റബിൾ. നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ളി കറക്റ്റായിട്ടുള്ള ടെൻസ് കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ഏതാന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെൻസസ് എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ടെൻസിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഹെൽപ്പിംഗ് വേർഡ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് മെറ്റ് ഹിം എസ്റ്റർഡേ, ഐ ഹാവ് ബീൻ മെറ്റ് ഹിം എസ്റ്റർഡേ, ഐ മെറ്റ് ഹിം എസ്റ്റർഡേ, ഐ മീറ്റ് ഹിം എസ്റ്റർഡേ. എല്ലാത്തിലും എസ്റ്റർഡേ എന്നുള്ളൊരു വാക്കുണ്ട്. എസ്റ്റർഡേ മീൻസ് എന്താ? ഇന്നലെ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ എന്നുള്ളത് പറയുന്ന അങ്ങനെയുള്ള ഒരു സംഭവം പറയുമ്പോൾ എപ്പോഴും അത് പാസ്റ്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം നമ്മൾ ടെൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയും സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും എസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, എ വീക്ക് എഗോ എന്നൊക്കെയുള്ള വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സിമ്പിൾ പാസ്റ്റിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്തായാലും സിമ്പിൾ പാസ്റ്റിൽ കൊടുത്തിട്ടുള്ള വേർഡ് ഏതാണോ സെൻറ്റൻസ് ഏതാണോ അതായിരിക്കും കറക്റ്റായിട്ടുള്ളത്. ഇപ്പോൾ ഐ ഹാവ് മെറ്റ് ഹിം എസ്റ്റർഡേ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പറഞ്ഞത് അല്ലേ. ഐ ഹാവ് ബീൻ മെറ്റ്, ദെൻ ഐ മെറ്റ്, ഓക്കെ V2 ആണ് അല്ലേ, പാസ്റ്റിലാണ് പറഞ്ഞത്. ഐ മെറ്റ് ഹിം എസ്റ്റർഡേ, ഐ മീറ്റ് ഹിം എസ്റ്റർഡേ. മീറ്റ് ഹിം എസ്റ്റർഡേ ഒരിക്കലും പറയൂല. മീറ്റ് V1 ആണ് പ്രസൻറ്റിൽ. പ്രസൻറ്റിൽ ഒരു കാര്യം പാസ്റ്റ് അങ്ങനെ പറയൂല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഐ മെറ്റ് ഹിം എസ്റ്റർഡേ. സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി, മെറ്റ് ഹിം എസ്റ്റർഡേ. ഇപ്പോൾ ദർ ഈസ് ദ വേർഡ് എസ്റ്റർഡേ, ദ സെൻറ്റൻസ് ഷുഡ് ബി ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. എക്സ്പ്ലനേഷനായിട്ട് അതിൽ എസ്റ്റർഡേ എന്നുള്ളൊരു വേർഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ആ ഒരു സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റിലായിരിക്കും കേട്ടോ. അപ്പോൾ എസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, എഗോ എന്നൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സിമ്പിൾ പാസ്റ്റിലായിരിക്കും പറയാം. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി, ജനറലി എന്നൊക്കെയുള്ള വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയൂ കേട്ടോ. യൂഷ്വലി, ജനറലി എന്നൊക്കെയുള്ള വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും കേട്ടോ പറയാം. യൂഷ്വലി, ജനറലി എന്നൊക്കെയുള്ള ഐ യൂഷ്വലി വിസിറ്റ് ഹിം, വിസിറ്റ് എന്നാ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ് ഇങ്ങനെ ഒരു എസ്റ്റർഡേ സിമ്പിൾ പാസ്റ്റിലുള്ള. ഒന്നുകിൽ ഈ ഇതേപടി 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ കറക്റ്റായിട്ടുള്ളത് ഏതാണെന്നുള്ളത് ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഐ ഡാഷ് ഹിം എസ്റ്റർഡേ എന്ന് പറഞ്ഞിട്ട് മെറ്റ്, മീറ്റ്, മീറ്റിംഗ്, മീറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് തരാറുണ്ട്. അപ്പോൾ എസ്റ്റർഡേ എന്ന് കണ്ടാൽ വേറൊന്നും ആലോചിക്കാനുള്ള, ഏതാണോ വേർബ് അതിൽ കൊടുത്തത് അതിൻ്റെ V2 ആയിട്ട് കൊടുക്കുക എന്നുള്ള. നൗ ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിച്ച് ഈസ് ആക്സെപ്റ്റബിൾ. സെയിം ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സെൻറ്റൻസ്. യു ക്യാൻ എൻ്റർ ദ ഹാൾ ഓൺലി ആഫ്റ്റർ കീപ് ദ ഫുട്വെയർ ഔട്ട്. യു ക്യാൻ എൻ്റർ ദ ഹാൾ ഓൺലി ആഫ്റ്റർ കീപ്പിംഗ് ദ ഫുട്വെയർ ഔട്ട്. യു ക്യാൻ എൻ്റർ ദ ഹാൾ ഓൺലി ആഫ്റ്റർ കീപ്സ് ദ footwear out.
You can enter the hall only after kept the footwear out. Okay, only after ഒരു എന്താ പറയുക, ഒരു നിർദ്ദേശമാണ് ശരിക്കും അത് അല്ലേ. യു ക്യാൻ എൻറ്റർ ദ ഹാൾ ഓൺലി ആഫ്റ്റർ കീപ്സ് ദ ഫുട്വെയർ ഔട്ട് അല്ലെങ്കിൽ കെപ്റ്റ് ദ അങ്ങനെയൊന്നും പറയൂല. ഓൺലി ആഫ്റ്റർ കീപ്പിംഗ് ദ ഫുട്വെയർ ഔട്ടാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓൺലി ആഫ്റ്റർ കീപ്പിംഗ് ദ ഫുട്വെയർ ഔട്ട്. ബാക്കിയൊക്കെ ആ ഒരു സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഇച്ചിരി മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലി ആഫ്റ്റർ കീപ്പിംഗ് ദ ഫുട്വെയർ ഔട്ട്. ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് യു അപ്രോച്ച് ഹിം കമ ഡാഷ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ക്ലോസ് ആണ്, കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇഫ് അൺലെസ് എന്നൊക്കെയുള്ള സംഭവം ഏത് കാറ്റഗറി ആയിക്കോട്ടെ എല്ലാത്തിലും നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇഫ് ക്ലോസ് എന്നുള്ളത്. നമ്മൾ ഒരിക്കലും ഇഫ് ക്ലോസ് എന്നുള്ള പാർട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യാതെ പഠിക്കാണ്ട് വിടരുത് കേട്ടോ എക്സാമിന് പോകുന്ന സമയത്ത്. അപ്പോൾ ഇഫ് യു അപ്രോച്ച് ഹിം, അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ കേസിൽ നമുക്ക് 3 ടൈപ്സ് ആണ് ഉള്ളത് എന്ന് അറിയാം. ഇഫ് ക്ലോസിൽ പ്രസൻറ്റ് ടെൻസ് ആണ് എന്നുണ്ടെങ്കിൽ, ഇഫുള്ള ആ ഒരു ക്ലോസിൽ പ്രസൻറ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ വില്ല്, ഷാല്, ക്യാൻ, മേ ഏതെങ്കിലും ഒന്ന് നമ്മൾ എളുപ്പത്തിന് വില്ല് പറയാം. വിൽ പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും കൊടുക്കുക. വിൽ പ്ലസ് V1 ആയിരിക്കണം കൊടുക്കേണ്ടത്. ദെൻ പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ക്ലോസിൽ പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ആയിരിക്കും യൂസ് ചെയ്യുക. പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 ആണ് ഇഫ് ക്ലോസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3, വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇഫ് യു അപ്രോച്ച് ഹിം, ഇവിടുത്തെ ഇതെന്താന്ന് വെച്ചാൽ ഇഫ് യു അപ്രോച്ച് ഹിം V1 ആണ് അല്ലേ, പ്രസൻറ്റ് ടെൻസ് ആണ്. ഇഫ് ക്ലോസ് പ്രസൻറ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പുറം മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ആ കൊടുത്തു. ഹി വിൽ ടെൽ യു. സെയിം ആ ഒരു ക്വസ്റ്റ്യനിലുള്ള തന്നെ 3 ടൈപ്സ് ഞാൻ എഴുതിയതാണ്. ഇഫ് യു അപ്രോച്ച്ഡ് എന്ന് പറയുന്നത് ഏതാണ്, V2 ആണ്. V2 ആണെന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ വുഡ് പ്ലസ് V1 ആണ്. ഹി വുഡ് tell you. Then third one, if you had approached, had plus V3 ആണ് വന്നത്. Then main closely would have told, would have plus V3 ആണ് നമ്മൾ മെയിൻ ക്ലോസിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 ടൈപ്സ് ആണ് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത്. ഒരിക്കലും ഈ ഒരു 3 ടൈപ്സ് ഇഫ് ക്ലോസിൻ്റെത് നോക്കാണ്ട് പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു 3 ടൈപ്സ് പറഞ്ഞു. ഇനിയിപ്പോൾ അത് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. ഇഫ് യു അപ്രോച്ച് ഹിം, ഫസ്റ്റ് അപ്രോച്ച് എന്നുള്ളതാണ് V1 ആണ്. ഇഫ് ക്ലോസിൽ V1 ആണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് കൊടുക്കും, വിൽ പ്ലസ് V1 ആയിരിക്കും കൊടുക്കുക. അപ്പോൾ വില്ലുള്ളത് ഏതാണ്, വിൽ പ്ലസ് V1 ആ. വുഡും അല്ല വുഡ് ഹാവും അല്ല. പിന്നെ 2 വില്ലുണ്ട്. വിൽ ബി ടെല്ലിങ് അല്ല. എന്ത് മാത്രമാണ്, ഹി വിൽ ടെൽ യു എന്നുള്ളതാണ് കേട്ടോ. ഹി വിൽ ടെൽ യു. ഇഫ് ക്ലോസ് V1 ആയതുകൊണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ഹി വോണ്ട് കം ഡാഷ് യു ഇൻവൈറ്റ്. കൺജങ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ സ്പൈറ്റ് ഓഫ്, അതർവൈസ്, ആസ് വെൽ ആസ്, അൺലെസ്. ഹി വോണ്ട് കം, അവൻ വരില്ല അല്ലേ. ഡാഷ് യു ഇൻവൈറ്റ്, നീ വിളിച്ചില്ല എങ്കിൽ അവൻ വരില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അൺലെസ് എന്നുള്ളത് എപ്പോഴും ഈഫ് നോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈഫ് ക്ലോസ് പറഞ്ഞ സമയത്ത് തന്നെ ഈഫിൻ്റെ നെഗറ്റീവായിട്ട് പറയുന്ന നോട്ട് വെച്ചിട്ട് പറയുന്നതാണ് അൺലെസ് എന്നുള്ളത്. അൺലെസ് എന്നുള്ള ആ ഒരു സെൻറ്റൻസിൽ ഇപ്പോൾ ഈഫ് ക്ലോസിൻ്റെ നേരെ നമ്മൾ അൺലെസ്സിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ട്, ഈഫ് പ്ലസ് നോട്ട് എന്നുള്ള ഒരു വേർഡ് അതിൽ വേണം കേട്ടോ.
അൺലെസ് എന്ന് പറയുന്നത് ഇഫ് നോട്ട് ആണ് അൺലെസ് എന്ന് പറയുന്നത്. അപ്പോൾ അൺലെസ് ഉള്ള വേർഡിൽ ഇപ്പം നമ്മൾ ചില സെൻറ്റൻസ് എഴുതാറുണ്ട് ഇതിൽ മിസ്റ്റേക്ക് ആയിട്ടുള്ള ഭാഗം ഏതാണ് എന്നുള്ളത്. അപ്പോൾ അതിൽ അൺലെസ് എന്നുള്ള വേർഡിൻ്റെ കൂടെ നോട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാകും. അൺലെസിൻ്റെ കൂടെ ഒരിക്കലും നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അവിടെ ആയിരിക്കണം നമ്മുടെ മിസ്റ്റേക്ക് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അൺലെസ് എന്നുള്ള ഇഫ് നോട്ട്. ഇപ്പോൾ യു കനോട്ട് സബ്മിറ്റ് ദ പ്രൊജക്റ്റ് അൺലെസ് യു ഹാവ് completed it. You cannot submit the project unless you have completed it എന്നുള്ള സെയിം ഇഫ് ക്ലോസിൻ്റെ സെയിം റൂളൊക്കെ തന്നെയാണ്. ഇപ്പം ഞാൻ ഈ ഒരു അൺലെസ്സിന് പകരം ഇവിടെ ഞാൻ ഇഫ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു കനോട്ട് സബ്മിറ്റ് ദ പ്രൊജക്റ്റ് അൺലെസ് ഇഫ് യു ഹാവ് നോട്ട് എന്ന് പറയൂ കേട്ടോ. നോട്ട് യൂസ് ചെയ്യും. ഇഫ് യു ഹാവ് നോട്ട് മീൻസ് ഇഫിൻ്റെ കൂടെ നോട്ടും കൂടെ ചേർന്നാൽ മാത്രമേ അൺലെസ് വരുള്ളൂ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇഫ് നോട്ട് എന്നുള്ളതാണ് അൺലെസ് എന്നുള്ളത്. ദെൻ ആസ് വെൽ ആസ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഐദർ ഓർ എക്സെട്ര ജോയിൻ വേർഡ്സ് group of words or sentences. They join similar facts or statements and also used in pairs. വേർഡ്സും സെൻറ്റൻസസും ഒക്കെ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ആസ് വെൽ ആസ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഐദർ ഓർ എന്നൊക്കെ പറയുന്നത്. ഇപ്പം രാജു ഈസ് എ ഗുഡ് വർക്കർ ആസ് വെൽ ആസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് എന്നാണ് കൊടുത്തത്. ആൻഡ് എന്നുള്ള രണ്ടും ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ ആസ് വെൽ ആസ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അതർവൈസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ചോയ്സ് പറയാനാ. വാട്ട് ആർ ദ പ്ലാൻസ് എവറി ഡേ അതർവൈസ് ദേ വിൽ ഡൈ. ദെൻ ഇൻസ്പൈറ്റ് ഓഫ്, റിഗാർഡ്ലെസ്, ഡെസ്പൈറ്റ് എന്നൊക്കെ നമ്മൾ ഇൻസ്പൈറ്റ് ഓഫിന് പറയാം. ഷീ അറൈവ്ഡ് അറ്റ് സ്കൂൾ ഓൺ ടൈം ഇൻസ്പൈറ്റ് ഓഫ് ദ ഹെവി റെയിൻ ഉണ്ടായിട്ട് കൂടിയിട്ട് എന്താണ് അവൾ സ്കൂളിൽ കറക്റ്റ് ടൈമിൽ എത്തി എന്നുള്ള ഇൻസ്പൈറ്റ് ഓഫ് എന്നുള്ള. ഓക്കെ, ദെൻ ഹിയർ ഹി വോണ്ട് കം ഡാഷ് യു ഇൻവൈറ്റ്. നീ വിളിച്ചിട്ടില്ല എങ്കിൽ എന്നുള്ളതാണ് നമുക്ക് മീനിങ് കിട്ടേണ്ടത്. അതർവൈസ് ആസ് വെൽ ആസ് എന്തായാലും അല്ല, ആൻഡ് എന്നുള്ളതല്ല. അൺലെസ് ഹി വോണ്ട് കം ഡാഷ് യു ഇൻവൈറ്റ്, വിളിച്ചിട്ടില്ല എങ്കിൽ എന്നാണ്. ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ് എന്നുള്ളതല്ല. ദെൻ അതർവൈസ് എന്നുള്ളതും ആയിരിക്കില്ല. ദെൻ ആൻസർ എന്താണ്? ഹി വോണ്ട് കം അൺലെസ് യു ഇൻവൈറ്റ് എന്നുള്ള കേട്ടോ. അൺലെസ് യു ഇൻവൈറ്റ്, ഹി വോണ്ട് കം അൺലെസ് യു ഇൻവൈറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു സെൻറ്റൻസ് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം കേട്ടോ. ഹി വോണ്ട് മീൻസ് വിൽ നോട്ട് എന്നുള്ളതാണ്. ഹി വോണ്ട് കം if you do not invite. He won't come if you do not invite എന്നുള്ളത്. അപ്പോൾ ഇനി മേ ബി നമുക്ക് മിസ്റ്റേക്ക് ഏതിലാന്നുള്ളതിൽ ഇങ്ങനെ വരാറുണ്ട്. ഹി വോണ്ട് കം അൺലെസ് യു ഓക്കെ, ഇവിടെ ഡു നോട്ട് ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇങ്ങനെ ഒരു സെൻറ്റൻസ് തന്നിട്ട് നമ്മളെ അടുത്ത് പറയും ഇതിൽ ഇപ്പം ഇങ്ങനെ ബാറിട്ടിട്ട് നിങ്ങൾ ചില ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ടാവും എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത്. അൺലെസ് യു ഡു നോട്ട് ഇൻവൈറ്റ്. ശരിക്കും അൺലെസ് യു ഡു നോട്ട് ഇൻവൈറ്റ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും പറയൂല കേട്ടോ. അൺലെസ്സിൻ്റെ ആ ഒരു ക്ലോസിൽ ഒരിക്കലും നോട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എപ്പോഴും ഓർത്ത് വെക്കാം. ഓക്കെ, ഹിയർ ഹി വോണ്ട് കം അൺലെസ് യു ഇൻവൈറ്റ് ഹിം. ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് ഷീ ഹാഡ് എ പ്രോപ്പർ വിഷൻ ഡാഷ്. നേരത്തെ ഇഫ് ക്ലോസ് ഞാൻ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ കാറ്റഗറി 1 ഇപ്പോൾ ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. അതിൽ ഇഫ് ക്ലോസ് തന്നെ 2 വന്നു. ഇഫ് ക്ലോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു കണ്ടീഷണൽ ക്ലോസ് ആയിരുന്നു അൺലെസ് എന്നുള്ളത്. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കണ്ടീഷണൽ ക്ലോസിൽ തന്നെ നമ്മുടെ ഈ ഒരു 30 ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇഫ് ക്ലോസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം. ഇത് ഈ ഒരു ഇയറിലെ എന്നുള്ളതല്ല, ഇതിന് മുന്നുള്ള എല്ലാ പ്രീവിയസ് ഇയറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും 1-2 ക്വസ്റ്റ്യൻസ് ഇഫ് ക്ലോസ് റിലേറ്റ് ചെയ്തിട്ട് വരാറുണ്ട് കേട്ടോ. ഇഫ് ഷീ ഹാഡ് എ പ്രോപ്പർ വിഷൻ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ
അപ്പോൾ പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സംഭവമുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ചില ഓക്സിലിയറീസ് നമ്മൾ മെയിൻ വേർബായിട്ടും യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു മെയിൻ വേർബാണ് ഇവിടെ ഹാഡ് എന്നുള്ളത്. ഇഫ് ഷീ ഹാഡ് എ പ്രോപ്പർ വിഷൻ. ഇത് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് ഹാഡ് പ്ലസ് V3 ആണ്, അപ്പോൾ വുഡ് ഹാവ് ആയിരിക്കും ആൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വുഡ് ഹാവ് സക്സീഡഡ് ഇൻ ഇറ്റ് എന്നൊക്കെ എഴുതി പോവും. പക്ഷേ ഹാഡ് മാത്രമേ ഉള്ളൂ, പ്ലസ് V3 ഉണ്ട് ഇതിൽ. ഇഫ് ഷീ ഹാഡ് V3 എന്ന് പറയുമ്പോൾ ഒരു വേർബിൻ്റെ തേർഡ് ഫോം തന്നെ വേണം, പ്രോപ്പർ എന്നുള്ളതൊന്നും വേർബ് അല്ല കേട്ടോ. അപ്പോൾ ഹാഡ് പ്ലസ് V3 ഇവിടെ ഇല്ല, ഹാഡ് മാത്രമേ ഉള്ളൂ. ഹാഡ് എന്നുള്ളത് ഹാവിൻ്റെ പാസ്റ്റാണ്. ഇതൊരു V2 ആണ് ശരിക്കും കേട്ടോ. V2ലാണ് അല്ലെങ്കിൽ ഇഫ് ക്ലോസ് പാസ്റ്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ വേർബ് എന്തായിരിക്കണം? വുഡ് പ്ലസ് V1 ആയിരിക്കണം മെയിൻ ക്ലോസിൽ ഉണ്ടാവേണ്ടത്. ഒരിക്കലും ഹാഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ വുഡ് ഹാവ് സക്സീഡഡ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത്. ഷീ വുഡ് സക്സീഡ് ഇൻ ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വേറെ ഒന്നുമല്ല, ഈ ഒരു ഹാഡ് എന്നുള്ളത് മെയിൻ വേർബാണ്, അത് പാസ്റ്റ് ടെൻസിലാണ്. ഹാവിൻ്റെ പാസ്റ്റാണ് ഹാഡ് എന്നുള്ളത്. ഓക്കെ, ഷീ വുഡ് സക്സീഡ് ഇൻ ഇറ്റ്. They have completed it. This sentence can also be expressed as they have completed it. This sentence can also be expressed as വേറൊന്നുമല്ല, പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഈ സെയിം സെൻറ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് മീനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരും. അപ്പോൾ they have completed it. This sentence can also be expressed as. അപ്പോൾ നമുക്കൊരു 12 ടെൻസ് ആണ് ടോട്ടൽ ഉള്ളതെന്ന് അറിയാം. പക്ഷെ അതിൽ 8 മാത്രക്കാണ് നമ്മൾ എന്തുകൂടെ പറയുന്നത്, പാസീവ് വോയിസിലേക്ക് പറയുന്നതെന്നൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഹാവ് പ്ലസ് V3 വരുന്ന ഒരു ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസിനെ എങ്ങനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുക? അപ്പോൾ ദേ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്. സബ്ജക്റ്റ് ഉണ്ട്, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ, ആക്റ്റീവ് വോയിസിലുള്ള സാധനം. ഓക്കെ, ആക്റ്റീവ് വോയിസിലുള്ള സംഭവം. ഇതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ എന്തെടുത്തെഴുതും? ഈ ഒബ്ജക്റ്റ് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് എഴുതും. എന്നിട്ട് ഹാസോ ഹാവോ, ഈ ഒരു ഒബ്ജക്റ്റിനനുസരിച്ചായിരിക്കും നമ്മുടെ ഹാസോ ഹാവും കൊടുക്കുക കേട്ടോ. ഹാസ് ഹാവ് പ്ലസ് ബീൻ എന്നുള്ളൊരു എക്സ്ട്രാ വേർഡ് ഉണ്ടാവും, പ്ലസ് V3. പാസീവ് വോയിസിൽ എപ്പോഴും V3 ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ V3 ആയിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇതിൽ ഒബ്ജക്റ്റ് എടുത്തെഴുതി. ഇറ്റ് ആയതുകൊണ്ട് തന്നെ ഹാസ് ആണ് അല്ലേ യൂസ് ചെയ്യുക. ഹാസ് ബീൻ കംപ്ലീറ്റഡ്. ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് എന്നുള്ളതാണ്. ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. ദ ഫോർത്ത് വൺ ഈസ് ദ ആൻസർ. അപ്പോൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഹാസ് ഹാവ് പ്ലസ് V3 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പാസീവിലേക്ക് മാറ്റുന്ന കൂട്ടത്തിൽ ഹാസ് ഹാവ് പ്ലസ് ബി എന്നുള്ളൊരു വേർഡ് ഉണ്ടാവും. ഈ ഒരു ബി എന്നുള്ള വേർഡ് ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പ്ലസ് V3 ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ആകെ ഇങ്ങനെ തന്നെ നമുക്ക് പെട്ടെന്ന് ഓപ്ഷനിലൂടെ തന്നെ നമുക്ക് ആൻസേഴ്സ് കണ്ടെത്താം. പെട്ടെന്ന് ഹാസ് ഹാവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബീൻ ഉണ്ടാവും എന്നുള്ള രീതിയിൽ കൊടുക്കുക. കണ്ടോ, 4 ഓപ്ഷനിൽ ബീൻ 1 മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി അതേപടി തന്നെ ആം, ഈസ്, ആർ, വോസ് ഓർ വേർ ഇങ്ങനെയുള്ള 5 ഓക്സിലിയറിൻ്റെ കൂടെ ING വാസ് ഓർ വേർ പ്ലസ് വേർബിൻ്റെ ING ആണ് നമ്മുടെ സെൻറ്റൻസിൽ വന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ബീയിങ് എന്നുള്ളൊരു വേർഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ ദെൻ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? ദേ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്. ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. ഒരു ആക്റ്റീവ് പാസീവ് എന്നുള്ള പാർട്ടൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ദെൻ ദേ ഹാവ് നെവർ ഹെൽപ്ഡ് അസ്. ഇഗെയിൻ ഒരു ക്വസ്റ്റ്യൻ ടാഗ് തന്നെ പിന്നെ വന്നു. ഈ ഒരു കോംപ്രിഹെൻഷൻ കഴിഞ്ഞ് ബാക്കി 25 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മിക്കവാറും 1-2 ക്വസ്റ്റ്യൻ ടാഗ് തന്നെ 2 ദെൻ ഈ കണ്ടീഷണൽ ക്ലോസ് 3 ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് പാർട്ട് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പ്രീവിയസ് ഇയറും അതേപടി തന്നെ കുറച്ച് നമ്മുടെ ഈ ഒരു ഗ്രാമർ പോർഷൻ നോക്കിയാൽ തന്നെ ഈ ഒരു 30ൽ നമുക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. They have never helped us. They have never helped us. പോസിറ്റീവ് ടാഗ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ്,
നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടാഗ് മീൻസ് നോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്ന് അറിയാം, അപ്പോൾ പോസിറ്റീവ് ടാഗ് ആണ്. ഇവിടെ നമുക്ക് ഈ നെവർ എന്നുള്ളൊരു വേർഡ് ഉണ്ട് അല്ലേ. ദേ ഹാവ് നെവർ ഹെൽപ്ഡ് അസ്, നെവർ ഹെൽപ്ഡ് അസ്. നെവർ, നൺ, സെൽഡം എന്നൊക്കെയുള്ള വേർഡ് എന്താണ്, ഒരു സെൻറ്റൻസിന് നോ എന്നുള്ള മീനിങ്ങാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സെൻറ്റൻസ് ഒരു പോസിറ്റീവ് ടാഗാണ് ഇതിന് വരേണ്ടത്. ഓക്സിലിയറി ഹാവ് ആണ്, ദേ ആണ്. ദെൻ ഹാവ് ദേ, ഹാവ് ദേ. നെഗറ്റീവ് സെൻറ്റൻസ് നെവർ വന്നതുകൊണ്ട് നെവർ, നൺ, സെൽഡം, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ഫ്യൂ, ലിറ്റിൽ. ഫ്യൂ അല്ല കേട്ടോ, ഫ്യൂ, ലിറ്റിൽ ഒക്കെ എന്താണ്, നെഗറ്റീവാണ്. ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ പോട്ട് എന്ന് മീൻസ് നോ എന്നുള്ള മീനിങ് ആണ്. ഫ്യൂ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, നെവർ, നൺ, സെൽഡം, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ഫ്യൂ, ലിറ്റിൽ, ഇത്രയും വേർഡ്സൊക്കെ നെഗറ്റീവാണ്, നോ ആണ്. അതുകൊണ്ട് തന്നെ അതിന് പോസിറ്റീവ് ടാഗ് ആയിരിക്കും വരിക. നമ്മുടെ ഇതിൻ്റെ ആൻസർ ഹാവ് ദേ എന്നുള്ളതാണ്. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു നെവർ എന്നുള്ളത് കൊണ്ടാണ്. ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് നമ്മളൊരു പോസിറ്റീവ് ടാഗിലേക്ക് ആണ് കൊടുക്കേണ്ടത്. ദെൻ the range up to where the learner is able to perform but only with support from a more knowledgeable person is called as. നമ്മുടെ സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, അസിമിലേഷൻ, സ്കഫോൾഡിങ്, അക്കോമഡേഷൻ. അസിമിലേഷനും അക്കോമഡേഷനും പിയാഷെയുടെ തിയറിയിൽ വരുന്നത്. സ്കഫോൾഡിങ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് വൈഗോട്സ്കിയുടെ. അപ്പോൾ ഇതിലെന്താണ്, ആ ഒരു റേഞ്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് ഏതിലാണ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സ്കഫോൾഡിങ് നമ്മുടെ മലയാളം പറയുന്നത് നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവും, കൈത്താങ് എന്നൊക്കെ ഉള്ളതാണ്. ആ ഒരു ഹെൽപ്പാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടിക്ക് ഒരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് എത്താൻ പറ്റുന്ന ആ ഒരു റേഞ്ചാണ് നമ്മുടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. വൈഗോട്സ്കിയുടെ തിയറിയിൽ വരുന്നതാണ് കേട്ടോ ഈ രണ്ട് ടേംസ്. അസിമിലേഷനും അക്കോമഡേഷനും പിയാഷെയുടെ കോഗ്നിറ്റീവ് ലേണിങ്ങിൽ നിങ്ങൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെ ഒരു പുതിയ നോളേജ് വരുന്ന സമയത്ത് ഓൾറെഡി ഉള്ള ഓൾഡ് ലേണിങ്ങിൽ എങ്ങനെ ഇത് കൂടിച്ചേരും എന്നുള്ളതാണ് നമ്മുടെ അസിമിലേഷൻ എന്നുള്ളതും അക്കോമഡേഷൻ എന്നുള്ള രണ്ട് ടേംസ് എന്നുള്ളത് പിയാഷെയുടെ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ദ റേഞ്ച് അപ് ടു വേർ ദ ലേണർ ഈസ് ഏബിൾ ടു പെർഫോം ബട്ട് ഓൺലി വിത്ത് സപ്പോർട്ട്. ഒരു സപ്പോർട്ട്, ഒരു കുറച്ച് നോളജിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് എത്താൻ പറ്റുന്ന ആ ഒരു റേഞ്ചിനെ നമ്മൾ പറയുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് കേട്ടോ. എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട് ZPD എന്നുള്ളത്. ZPD പല രീതിയിലും ചോദിക്കാറുണ്ട്. ZPD എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫുൾ എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ZPDയും സ്കഫോൾഡിങ്ങും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. ദെൻ ദീസ് റൂംസ് ആർ kept for the special purpose as guest rooms. Identify the phrase that can replace kept for the special purpose. kept for the special purpose എന്നുള്ളതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വേറൊരു ഫ്രേസൽ വേർബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. kept for the special purpose. set out, set off, set apart, set in. സെറ്റ് ഫ്രേസൽ വേർബിൽ ഒരു കുറേ ഫ്രേസൽ വേർബ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഓപ്ഷനിൽ എന്താ അറിയുക, സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാലും സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാലും സെറ്റ് ഇൻ എന്ന് പറഞ്ഞാലും എന്താണ്, സ്റ്റാർട്ട് ഓഫ് ബിഗിൻ എന്നുള്ളതാണ്. സെറ്റ് ഔട്ട്, സെറ്റ് ഓഫ്, സെറ്റ് ഇൻ എന്നൊക്കെ പറഞ്ഞാൽ ബിഗിൻ ഓർ സ്റ്റാർട്ട് എന്നുള്ളതാണ്. ഇതിവിടുത്തെ ആൻസർ സെറ്റ് അപ്പാർട്ട്. സെറ്റ് അപ്പാർട്ടാണ് കെപ്റ്റ് ഫോർ ദ സ്പെഷ്യൽ പേർപ്പസ് എന്ന് പറയുന്നത്. സെറ്റ് ഔട്ടും സെറ്റ് ഓഫും സെറ്റ് ഇന്നും ഒക്കെ നമ്മളെന്താണ്, ബിഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡാണ്. ബിഗിൻ അല്ലെങ്കിൽ സ്റ്റാർട്ട്, തുടങ്ങുക എന്നുള്ളതിനാണ് നമ്മൾ പറയാറുള്ളത്. കെപ്റ്റ് ഫോർ ദ സ്പെഷ്യൽ പേർപ്പസിൻ്റെ ഫ്രേസൽ വേർബ് എന്നുള്ള സെറ്റ് അപ്പാർട്ട് എന്നുള്ളതാണ്. പെട്ടെന്ന് കിട്ടുന്ന, അല്ലാണ്ട് തന്നെ കിട്ടുന്ന ഒരു ഓപ്ഷനാണ് തോന്നുന്നത്. സെറ്റ് അപ്പാർട്ട്, കെപ്റ്റ് ഫോർ ദ സ്പെഷ്യൽ പേർപ്പസ് എന്നുള്ളത്. ചില ഫ്രേസൽ വേർബ് നമുക്ക് മേ ബി നമ്മൾ ചിന്തിക്കുക പോലും ഇല്ലാത്ത ആയിരിക്കും. പക്ഷെ ഇതൊന്നും കൂടെ ഈസിയായി. ദെൻ ദ പ്രസിഡന്റ് വാസ് അറ്റൻഡിങ് ദ മീറ്റിംഗ് ഡാഷ് ഓൾ ദ എക്സ്ട്രാ സെക്യൂരിറ്റി. ദ പ്രസിഡന്റ് വാസ് അറ്റൻഡിങ് ദ മീറ്റിംഗ്. പ്രസിഡന്റ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഡാഷ്
all the security. Option on the other hand, hence, although, otherwise. അതുകൊണ്ടാണ് ഈ ഒരു സെക്യൂരിറ്റി ഫുള്ള് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് പറയേണ്ടത്. ഓൺ ദ അതർ ഹാൻഡ്, ഹെൻസ്, ഓൾദോ, അതർവൈസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന്. ഹെൻസ് മീൻസ് സോ, ദസ് എന്നൊക്കെയുള്ള ദസ് ഓൾ ദ സെക്യൂരിറ്റി എന്നാണ് നമ്മൾ പറയുക അല്ലേ. ഹെൻസ് ഓൾ ദ സെക്യൂരിറ്റി. ഹെൻസ് മീൻസ് സോ, ദസ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓൺ ദ അതർ ഹാൻഡ് അല്ല, ഓൾദോ അല്ല, അതർവൈസ്. ഹെൻസ് ഓൾ ദ സെക്യൂരിറ്റി. അതുകൊണ്ടാണ് ഈ ഒരു സെക്യൂരിറ്റി കംപ്ലീറ്റ്. ഹെൻസ് എന്ന് പറയുന്നത് സോ, ദസ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. നൗ ജോൺ വാസ് ഡാഷ് റിസീവിംഗ് കോൾസ് ഫ്രം സ്ട്രേഞ്ചേഴ്സ്. ജോൺ വാസ് ഡാഷ് റിസീവിംഗ് കോൾസ് ഫ്രം strangers. Accused to, accustomed to, accosed to, accredited to. മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളത് accustomed to എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാത്തിലും ടു വന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തതെന്നുണ്ടെങ്കിലും ടു, accustomed to പ്ലസ് റിസീവിങ്, അക്കസ്റ്റംഡ് ടു പ്ലസ് വേർബിൻ്റെ ING ആണ് കേട്ടോ വരിക. അക്കസ്റ്റംഡ് ടു ലിവിങ്, അക്കസ്റ്റംഡ് ടു റിസീവിങ്, അങ്ങനെ പറയാം കേട്ടോ. അക്കസ്റ്റംഡ് ടുക്ക് ശേഷം നമ്മളെപ്പോഴും ING ആയിരിക്കും യൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ പറയുന്ന സമയത്ത് ടുക്ക് ശേഷം നമ്മൾ എന്താണ് ബെയർ ഇൻഫിനിറ്റീവ് ഈവൺ അല്ലെങ്കിൽ ING ഒന്നും ഇല്ലാത്ത വേർഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ചില വേർഡ്സിൻ്റെ കൂടെ എന്തായിരിക്കും നമ്മൾ ING യൂസ് ചെയ്യും. വേർബ് അക്കസ്റ്റംഡ് ടുക്ക് ശേഷം നമ്മളൊരു വേർബാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ING ആയിരിക്കും കൊടുക്കുക. ജോൺ വാസ് അക്കസ്റ്റംഡ് ടു റിസീവിങ് കോൾസ് ഫ്രം സ്ട്രേഞ്ചേഴ്സ്. കേട്ടിട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ അക്കസ്റ്റംഡ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് കേട്ടോ. ദെൻ ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years. She has been working here for 2 years. This sentence can be the answer to the question. ഈ ഒരു സെൻറ്റൻസ് എന്നുള്ളത് പറഞ്ഞതൊരു ആൻസറാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫോർ 2 years 2 വർഷമായിട്ട് അവളിവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കിട്ടുന്നത്. 2 വർഷം എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളതാണ്. ഹൗ ലോങ് ഡസ് ഷീ വർക്ക് ഹിയർ? ഹൗ ലോങ് ഹാസ് ഷീ ബീൻ വർക്കിംഗ് ഹിയർ? ഹൗ ലോങ് ഡിഡ് ഷീ വർക്ക് ഹിയർ? ഹൗ ലോങ് ഈസ് ഷീ വർക്കിംഗ് ഹിയർ? അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ വേർഡ് എന്തായാലും നമ്മളിപ്പോൾ ഉണ്ടാക്കണ്ട. എല്ലാത്തിനും ഹൗ ലോങ് ആയതുകൊണ്ട് അത് ഓക്കെയാണ്. ഫസ്റ്റ് ഇതുവരെയുള്ളത് ഓക്കെയാണ് നമ്മളെല്ലാത്തിലും. അപ്പോൾ അതെന്തായാലും അവിടെ മാറ്റം വരുത്താനൊന്നുമില്ല. ദെൻ ബാക്കിയുള്ളതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്നതിൽ ഫസ്റ്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ വേർഡ് പറയുക, എന്നിട്ട് എന്താണോ ഓക്സിലിയറി അത് പറയുക, എന്നിട്ട് സബ്ജക്റ്റ് പറയുക, എന്നിട്ട് മെയിൻ വേർബ് കൊടുക്കുക. ഇതായിരിക്കണം അതിൻ്റെ ഒരു പാറ്റേൺ എന്നുള്ളത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ്, ദെൻ ഓക്സിലിയറി, ദെൻ സബ്ജക്റ്റ്, മെയിൻ വേർബ്. ഇപ്പോൾ ഷീ ഹാസ് ബീൻ, ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഷീ, ആൻസർ ഷീ ഹാസ് ബീൻ വർക്കിംഗ്, ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years എന്നുള്ളതായിരുന്നു ഇതുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് കൊടുത്തു. ക്വസ്റ്റ്യൻ വേർഡ് ഈസ് ഹൗ ലോങ് ആയിരുന്നു അല്ലേ, ഹൗ ലോങ്. ദെൻ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഓക്സിലിയറി. ഇതിലുള്ള ഓക്സിലിയറി ഏതാ? ഹാസ് ആണ് അല്ലേ. എന്നിട്ട് ഹാസ് കൊടുത്തു. ദെൻ സബ്ജക്റ്റ് ഷീ കൊടുത്തു. ദെൻ നെക്സ്റ്റ് മെയിൻ വേർബ്, മെയിൻ വർക്കിംഗ് എന്ന് മാത്രമല്ല ബീൻ വർക്കിംഗ് ഹിയർ. ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലിയറി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വേർബ്. അങ്ങനെ ആയിരിക്കണം നമ്മളൊരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യേണ്ടത്. ഹൗ ലോങ് ഹാസ് ഷീ ബീൻ വർക്കിംഗ് ഹിയർ? അതേതാ? ഓക്കെ, ഹൗ ലോങ് ഹാസ് ഷീ ബീൻ വർക്കിംഗ് ഹിയർ. സെക്കൻഡ് വൺ ആണ് ആൻസർ. ഇനിയിപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ ആൻസറിൽ എന്തുണ്ട്? ഹാസും ബീനും വർക്കിങ്ങും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹാസും ബീനും ഉള്ള സെൻറ്റൻസ് ഏതാണോ, ബാക്കി ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ചിലതിൽ ഓപ്ഷൻസിൽ പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മേ ബി ഹൗ ലോങ്, ഹൗ ഓഫൺ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും ഇവിടെ. അപ്പോൾ ഹൗ ലോങ് ആണ് എന്നുള്ളത് നമ്മൾ കൺഫേം, ഇവിടെ ഹൗ ലോങ് എല്ലാത്തിലും ഉള്ളതുകൊണ്ട് അത് ഓൾറെഡി കൺഫേംഡ് ആണ്. അവിടെ നമുക്ക് ഈ ഒരു സംഭവം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ബീനും ഹാസും ഉള്ള സെൻറ്റൻസ് ഏതാണോ അതെടുത്ത് ആൻസർ ചെയ്താൽ മതി. ഇച്ചിരി ഒരു സ്മാർട്ട് വർക്കും കൂടെ നമ്മുടെ എക്സാമിൻ ഹാളിൽ നടത്തുന്നത് നല്ലതാണ്.
Okay, his words must be taken with a pinch of salt. His words must be taken with a pinch of salt. മീൻസ് കുറേ റൂൾസും കാര്യങ്ങളൊക്കെ മറന്നു പോകാനും ഒക്കെയുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ചിലത് നമ്മുടെ ഓപ്ഷൻ നോക്കിയിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതുണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. തീരെ കിട്ടാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, ടേക്ക് വിത്ത് എ പിഞ്ച് ഓഫ് സാൾട്ട്. പിഞ്ച് ഓഫ് സാൾട്ട് അതെന്താ അങ്ങനെ പറഞ്ഞാലെന്നുള്ള. റിജക്റ്റ് ഫുള്ളി, ബിലീവ് പാർട്ട്ലി ഓൺ, എൻഡോസ് ഫുള്ളി, ചാലഞ്ച് പാർട്ട്ലി ഓൺലി എന്നുള്ള. ഓക്കെ, ടേക്ക് വിത്ത് എ പിഞ്ച് ഓഫ് സാൾട്ട് വൊക്കാബുലറി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനത്തെ സെൻറ്റൻസ് വരുമ്പോഴായിരിക്കും മേ ബി കുറേയൊക്കെ കുറച്ചൊരു പാടായിട്ട് മേ ബി മറ്റ് ക്വസ്റ്റ്യൻ സബ്ജക്റ്റുകാർക്ക് തോന്നുന്നത്. ബിലീവ് പാർട്ട്ലി ഓൺലി ആണ് കേട്ടോ. ടേക്ക് എ പിഞ്ച് ഓഫ് സാൾട്ട് മീൻസ് നോട്ട് കംപ്ലീറ്റ്ലി ബിലീവ് എന്നാണ്. കംപ്ലീറ്റ് ആയിട്ട് ബിലീവ് ചെയ്യൂല എന്നുള്ളതാണ് നമ്മുടെ ടേക്ക് എ പിഞ്ച് ഓഫ് സാൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബിലീവ് പാർട്ട്ലി ഓൺലി. ദെൻ the store has fruits of every kind. The store has fruits of every kind. Imagine, imaginative, imagining, imaginable. എല്ലാത്തിനും ഒരു ഇമാജിൻ, ഇമാജിനേറ്റീവ്, ഇമാജിനിങ്, ഇമാജിനബിൾ. ഇവിടെ the store has fruits of every kind. ഇമാജിനബിൾ എന്നാട്ടാ പറയുക. ഇമാജിനബിൾ, സംതിങ് യു ക്യാൻ തിങ്ക് ഓഫ് ഓർ കൺസീവ് ഓർ പോസിബിൾ എന്നുള്ളതാണ് ഇമാജിനബിൾ എന്നുള്ളതിൻ്റെ മീനിങ്. ഓക്കെ, ദ സ്റ്റോർ ഹാസ് ഫ്രൂട്ട്സ് ഓഫ് എവറി കൈൻഡ് ഇമാജിനബിൾ. ഓക്കെ, ഇതും അഗെയിൻ നമ്മുടെ വൊക്കാബുലറി റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ 18th വൺ, സ്ട്രെച്ചിങ് ഈസ് ഡാഷ് എ ജെന്റിൽ എക്സസൈസ്. supposedly, supposably, supportedly, supportly, supportedly, supportly, supposedly, supposably, supposably അങ്ങനെയൊന്നും പറയുന്നില്ല. സപ്പോർട്ടഡ്ലി, സപ്പോർട്ട് ചെയ്യുക മീൻസ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രെച്ചിങ് ഈസ് ഡാഷ് എ ജെന്റിൽ എക്സസൈസ്. സപ്പോസഡ്ലി എന്നാട്ടാ പറയുക. സപ്പോസഡ്ലി, വാട്ട് ഈസ് ജനറലി അസ്യൂംഡ് ഓർ ബിലീവ്ഡ് എന്നുള്ള. ജനറലി അസ്യൂം ചെയ്യുക, ബിലീവ് ചെയ്യുന്ന സംഭവത്തിനാണ് നമ്മൾ സപ്പോസഡ്ലി എന്ന് പറയുക കേട്ടോ. സപ്പോസഡ്ലി, സ്ട്രെച്ചിങ് ഒരു ജെന്റിൽ എക്സസൈസ് ആയിട്ട് നമ്മൾ ബിലീവ് ചെയ്യുന്നു അല്ലെങ്കിൽ അസ്യൂം ചെയ്യുന്നു എന്നുള്ള. സപ്പോസഡ്ലി. പിന്നെ വേർഡ്സ് സ്പെല്ലിങ്സ് ഒന്ന് കണ്ടു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. സപ്പോസഡ്ലി മേ ബി കറക്റ്റ് സ്പെല്ലിംഗ് എന്നുള്ളതിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വേർഡായിരിക്കും അത്. സപ്പോസഡ്ലി എന്നുള്ളത്. ഓക്കെ, ഹി ഈസ് ടു കെയർലെസ് ഡാഷ് വിൻ എ പ്രൈസ്. എല്ലാവർക്കും അറിയുന്ന ആൻസറാണ് ടു എന്നുള്ളത് അല്ലേ. ഹി ഈസ് ടു കെയർലെസ് ടു വിൻ എ പ്രൈസ്. ഹി ഈസ് ടു കെയർലെസ് ടു വിൻ എ പ്രൈസ്. ഓക്കെ, ടു എന്നുള്ള എക്സ്പ്രഷൻ ആയിരുന്നു. ടു കേട്ടോ. ടു അതേപടി തന്നെ വരുന്നതാണ്. ഹാർഡ്ലി എന്നുള്ളതാണെങ്കിൽ വെൻ ആയിരിക്കും കേട്ടോ യൂസ് ചെയ്യുക. ഐ ഹാഡ് ഹാർഡ്ലി അറൈവ്ഡ് ഹോം വെൻ മൈ ഫോൺ റാങ്. ഹാർഡ്ലി എന്നുള്ള വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെൻ എന്ന് പറയാം. ഹാർഡ്ലി, സ്കേഴ്സ്ലി എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സെൻറ്റൻസ് കണക്ട് ചെയ്യാണ് ഹാർഡ്ലി വെൻ ആയിരിക്കും. ദെൻ ലെസ്റ്റ് എന്നുണ്ടെങ്കിൽ ഷുഡ് ഉണ്ടാവും. റീഡ് റെഗുലർലി ലെസ്റ്റ് യു ഷുഡ് ഫെയിൽ എന്നാ പറയാം. റീഡ് റെഗുലർലി ലെസ്റ്റ് യു ഷുഡ് ഫെയിൽ. ഇപ്പോൾ ടു വരുന്ന പോലെ തന്നെ വേറെ വരുന്ന എക്സ്പ്രഷൻസ് ആണ് ഹാർഡ്ലി, വെൻ, ലെസ്റ്റ് വരുന്ന സമയത്ത് ഷുഡാ വരിക. സോ ദാറ്റ് അതറിയാം അല്ലേ. ഹീ ഈസ് സോ ടയേർഡ് ദാറ്റ് ഹീ കനോട്ട് ലിഫ്റ്റ് ഇറ്റ്. സോ ദാറ്റ് ലെസ്റ്റ്, ഷുഡ്, ഹാർഡ്ലി, വെൻ, ടു ഇതൊക്കെ നമുക്ക് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസാണ്. ടു. ദെൻ നെക്സ്റ്റ് വൺ, the error a learner makes like I wrote a letter is an example for. ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് മുന്നേ കേട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എപ്പോഴും വരുന്നത്. പിന്നെ കുറച്ച് കാലമായിട്ട് ഈ ഒരു എറേഴ്സ് കാണാറില്ലായിരുന്നു. ഇപ്പോൾ തിരിച്ച് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ഐ റൈറ്റഡ് എ ലെറ്റർ, മേ ബി ഐ റോട്ട് എ ലെറ്റർ എന്നുള്ളതിന് നമ്മൾ ചില വേർഡ്സൊക്കെ നമ്മൾ ED ചേർത്ത് കൊടുത്താൽ പാസ്റ്റ് ആവും എന്നുള്ള രീതിയിൽ ഒരു കുട്ടി വരുത്തിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് എറർ ആണെന്നുള്ളതാണ്.
മോർഫോളജിക്കൽ ആണോ, സിൻറ്റാക്റ്റിക്കൽ ആണോ, പങ്ക്ച്വേഷൻ ആണോ, യൂസേജ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഇതിൽ രണ്ടിലേതായിരിക്കും? പങ്ക്ച്വേഷൻ മീൻസ് നമ്മളെ കോമ, ഫുൾ സ്റ്റോപ്പ്, ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെയല്ല ഇത്. ഓക്കെ, മോർഫോളജിക്കൽ എറർ ആണോ, സിൻറ്റാക്റ്റിക്കൽ എറർ ആണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ മോർഫോളജിക്കൽ എറർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 ടൈപ്സ് ഉണ്ട്, 4 മിസ്റ്റേക്സ് ആണ് അതിൽ വരുന്നത്. വൺ ഈസ് ടെൻസ് ഫോമിലുള്ള മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് മോർഫോളജിക്കൽ എററാണ്. പാസീവ് കൺസ്ട്രക്ഷനിലുള്ള മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് മോർഫോളജിക്കൽ ആണ്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്, ഇപ്പോൾ ഐ ഹാവ് എന്നുള്ളതിന് പകരം ഐ ഹാസ് പറയാണ്. മീൻസ് സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേർബും സിംഗുലർ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പറയും. പ്ലൂരൽ ആണെന്നുണ്ടെങ്കിൽ വേർബും പ്ലൂരൽ ആയിരിക്കണം എന്ന് പറയും. അപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും വയലേഷൻ, ഐ ഹാസ് എന്ന് പറയുക, ഹീ ഹാവ് എന്ന് പറയുക, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും എന്തായിരിക്കും? മോർഫോളജിക്കൽ എററാണ്. ദെൻ റോങ് അഫിക്സസ്, പ്രിഫിക്സ് ആയിക്കോട്ടെ സഫിക്സ് ആയിക്കോട്ടെ അത് റോങ് ആയിട്ട് കൊടുക്കുക. ഒരേ പടി വരുന്ന സമയത്ത് നമ്മൾ മേ ബി അറിയാണ്ട് വേറെ വേർഡ്സ്, വേറെ പ്രിഫിക്സോ സഫിക്സോ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോർഫോളജിക്കൽ എററാണ്. ദെൻ സിൻറ്റാക്റ്റിക്കൽ എററിൽ വരുന്നത് റോങ് വേർഡ് ഓർഡർ ആണ്. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ വേർഡ് ഓർഡർ എന്താണ്? സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്നുള്ള ആ ഒരു പാറ്റേൺ ആണ്. അതിന് പകരം സബ്ജക്റ്റ് ആദ്യം പറഞ്ഞു, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് റോങ് വേർഡ് ഓർഡർ ആണ് കേട്ടോ. ദെൻ മിസ്സിങ് വേർഡ്സ്, ഏതെങ്കിലും ഒരു വേർഡോ ലെറ്റർ എന്തെങ്കിലും ഒന്ന് മിസ് ചെയ്യുക. ദെൻ എക്സസ് വേർഡ്സ് ഏതെങ്കിലും ഹീസ് എ ബ്യൂട്ടിഫുൾ, ഹീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയും, ഹീ ഈസ് ഹാൻസം എന്ന് പറയും, ഹീ ഈസ് എ ഹാൻസം, ഒരു എ എക്സ്ട്രാ കൊടുക്കുക. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിൻറ്റാക്റ്റിക്കൽ എററാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അഗെയിൻ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഐ റൈറ്റഡ് എ ലെറ്റർ എന്നാണ് പറഞ്ഞത്. കുട്ടി എഴുതിയത് ഐ റൈറ്റഡ് എ ലെറ്റർ എന്നാണ്. റൈറ്റഡ് എന്നുള്ളത് എന്താണ്? ഒരു റോങ് ആയിട്ടുള്ള ടെൻസ് ആണ്, റോങ് ടെൻസ് ഫോം ആണ് അത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഏതായിരിക്കും നമ്മുടെ ആൻസർ? റോങ് ടെൻസ് വരുന്ന സമയത്ത് നമ്മുടെ മോർഫോളജിക്കൽ എററാണ്. ആൻസർ മോർഫോളജിക്കൽ എററാണ്. ഓക്കെ, ദെൻ എനി പീസ് ഓഫ് എക്സ്റ്റെൻഡഡ് ലാംഗ്വേജ് written or spoken that has unity and meaning and purpose can be called as written or spoken that has unity and meaning and purpose can be called as extended language activity. എന്താണ്? ലാംഗ്വേജ് ഡിസ്കോഴ്സസ് എന്ന് അറിയാം അല്ലേ. ലാംഗ്വേജ് എലമെൻറ്റിൽ വരുന്നത് ഫോണറ്റിക്സ്, മോർഫോളജി ഇങ്ങനത്തെ സംഭവം. ലാംഗ്വേജ് കൺവെൻഷൻസ് ആണ് പങ്ക്ച്വേഷൻ, ഗ്രാമർ, സ്പെല്ലിംഗ്, റൂൾസ് എന്നൊക്കെയുള്ള സംഭവം. ലാംഗ്വേജ് യൂണിറ്റ്സ് എന്തൊക്കെയാണ്? ഫോണീംസ്, മോർഫീംസ്, ഇതൊക്കെയാണ് ലാംഗ്വേജ് യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ലാംഗ്വേജ് ഡിസ്കോഴ്സസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ലാംഗ്വേജ് ഡിസ്കോഴ്സസ് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ലെറ്റർ, ആഫ്റ്റർ റൈറ്റിംഗ്, കോമ്പോസിഷൻ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. ഷീ വാസ് thrilled to be dash for the ride. thrilled along എന്നാ പറയാ കേട്ടോ. thrilled to be along for the ride. She was thrilled to be along for the ride എന്ന് അറിയാം കേട്ടോ. along for the ride means doing something with other people without being seriously involved in it or having a serious interest in it എന്നുള്ളതാണ് along for. thrilled along എന്നാ പറയാ കേട്ടോ. thrilled along for the ride എന്നുള്ളതാണ്. again vocabulary ആയിട്ടുള്ള question. then Surya has a beautiful face dash smiling eyes of with 4 into. Surya has a beautiful face. എനിക്കൊന്ന് കുറേ മുന്നേ ഒരു കേട്ടിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്തൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. സൂര്യ ഹാസ് എ ബ്യൂട്ടിഫുൾ ഫേസ് വിത്ത് എ സ്മൈലിംഗ് ഐസ് എന്നുള്ളത്. അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്നുള്ള അല്ലെങ്കിൽ ആദ്യം തുടങ്ങിയ ആ ഒരു ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പോലെ തോന്നുന്നു. ദെൻ റീഡിങ് ഫോർ പ്ലെഷർ ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് ഡാഷ്. എപ്പോഴും റീഡിങ് ടെക്നിക്സ് വരാറുണ്ട്. ഫാസ്റ്റ് റീഡിങ് ടെക്നിക് ആയിട്ടുള്ള സ്കിമ്മിങ്, സ്കാനിങ്, എക്സ്റ്റെൻസീവ് റീഡിങ്, ഇൻറ്റൻസീവ് റീഡിങ് എന്നൊക്കെ പറഞ്ഞത്. അത് നമ്മൾ ഇതിപ്പോൾ റീഡിങ് ഫോർ പ്ലെഷർ ആണ് ചോദിച്ചത്. ഓരോന്നും എന്താണ്? സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടു ഗെറ്റ് ആൻ ഓവറോൾ വ്യൂ,
ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുന്നതാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കാനിങ് എന്ന് പറയുന്നത് ടു ഫൈൻഡ് സ്പെസിഫിക് ഇൻഫർമേഷൻ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാണാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാനിങ് ചെയ്യും. ദെൻ സ്കാനിങ് റീഡിങ്, ആ ടൈപ്പ് ഓഫ് റീഡിങ് ടെക്നിക്കാണ്. ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ റീഡിങ് ഇൻ ഡീറ്റെയിൽ ആണ്. ഇപ്പം നമ്മൾ ന്യൂസ് റിപ്പോർട്ടൊക്കെ വായിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നോക്കുന്ന ടൈപ്പ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റൻസീവ് ആണ് കേട്ടോ. പത്രം വായിക്കുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ നമ്മൾ ഇൻറ്റൻസീവ് റീഡിംഗ് ആണ് ശരിക്കും. സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ, നമ്മൾ കണ്ടൻസ് ഒക്കെ നോക്കൂലേ, ജസ്റ്റ് പുറത്ത് ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് റീഡിംഗ് ടെക്നിക്കാണ് നമ്മുടെ സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കാനിങ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡിൽ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ട്, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേർഡ് ഉണ്ട്, ആ ഒരു വേർഡ് മാത്രം നമ്മൾ ആ ഒരു പേജിൽ തപ്പുകയാണെന്നുണ്ടെങ്കിൽ ആ വേർഡ് മാത്രമാണ്, ആ ഒരു സ്പെസിഫിക് ഇൻഫർമേഷനാണ് നമ്മൾ നോക്കുന്നത്, അത് സ്കാനിങ് എന്നാണ് പറയാം. ദെൻ റീഡിങ് ഫോർ പ്ലഷർ ആണ് എന്ത്, എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, റീഡിങ് ഫോർ പ്ലഷർ എന്താണ്, എക്സ്റ്റെൻസീവ് റീഡിംഗ് ആണ്. നമ്മൾ പ്ലഷറിന് വേണ്ടിയിട്ട് വായിക്കുന്ന എല്ലാ സംഭവങ്ങളും എന്താണ്, എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ ഡാഷ് ബീയിങ് എ മില്യനെയർ ഹി ലിവ്സ് ഇൻ എ വെരി സ്മോൾ ഹൗസ്. ഡാഷ് ബീയിങ് എ മില്യനെയർ ഹി ലിവ്സ് ഇൻ എ വെരി സ്മോൾ ഹൗസ് ഇൻ സ്പൈറ്റ് ഓഫ് സിൻസ് unless because. Dash being a millionaire he lives in a very small house. വലിയ മില്യനെയർ ആണെന്നുണ്ടെങ്കിൽ, വലിയ കോടീശ്വരൻ ആണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ വീട്ടിലാണ് ആൾ താമസിക്കുന്നത് എന്നുള്ള പറയുന്നത്. ഇൻ സ്പൈറ്റ് ഓഫ്, സിൻസ്, അൺലെസ്, ബിക്കോസ്. ഇൻ സ്പൈറ്റ് ഓഫ് എന്ന് പറയാം, ഡെസ്പൈറ്റ്, ഡിസ്റിഗാർഡിങ് ഹിസ് വെൽത്തിനെസ്, ആളുടെ വെൽത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്റിഗാർഡിങ് എന്നുള്ള മീനിങ് ആണ്. ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് എ മില്യനെയർ ഹി ലിവ്സ് ഇൻ എ വെരി സ്മോൾ ഹൗസ്. ഓക്കെ, അപ്പോൾ സിൻസ്, അൺലെസ്, ബിക്കോസ് എന്നൊക്കെ കാരണം പറയുന്നതിലാണ് നമ്മൾ പറയുക. സിൻസ് എന്ന് പറയുന്നതും ബിക്കോസ് എന്നുള്ള മീനിങ് സോ എന്നൊക്കെയുള്ള കാര്യത്തിലാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് എ മില്യനെയർ ഹി ലിവ്സ് ഇൻ എ വെരി സ്മോൾ ഹൗസ്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി 1 ഇംഗ്ലീഷ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ഒന്ന് PYQ ചെയ്തു, ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കുക, അതിലുള്ള കാര്യങ്ങളും അതിൽ സ്ഥിരമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മളൊന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു.